ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളപ്പോൾ ഇന്ന് ഞങ്ങളുടെ വണ്ടിയുടെ കുറച്ച് വിശേഷങ്ങൾ പറയാൻ വന്നതാണ്. നമ്മുടെ ഒരു പജീറോ ഇരിക്കുന്നത്. അപ്പോൾ പജീറോയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കണ്ട് വന്നാൽ. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല ചൂടാണ്. 6 മണി കഴിഞ്ഞു. ശരിയാ, വെയിൽ കണ്ണിലോട്ട് അടിക്കുന്നുണ്ട്. 6 മണി കഴിഞ്ഞു. ഇപ്പോഴും ഇവിടെ 40 ഡിഗ്രി എങ്ങാണ്ട ടെമ്പറേച്ചർ, നല്ല ചൂടുണ്ട്. ഇതാണ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പജീറോ. ഇതൊരു 2010 മോഡലാണേ. ഇതിലിപ്പോൾ നമ്മൾ പുറമേ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ചെറിയ ചെറിയ പരിപാടികൾ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. ഞാൻ ഈ ഗ്രില്ല് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ അലോയ്സ് 4 ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത്രേ പുറമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ അതേപോലെ ഒരു സസ്പെൻഷൻ കയറ്റിയിട്ടുണ്ട്. അയൺമാൻ്റെ ഒരു 5 ഇഞ്ച് ലിഫ്റ്റ് വരുന്ന ഒരു സസ്പെൻഷനാണ്, അതുകൂടെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു സ്റ്റിക്കറും നമ്മളിവിടെ ബാക്കിൽ ഗ്ലാസ്സിൽ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ പജീറോയ്ക്ക് ഒരു 3 ടൈപ്പ് എഞ്ചിനാണ് വരുന്നത്. ഒരു 3 ലിറ്റർ, ഒരു 3.5 ലിറ്റർ, ഒരു 3.8 ലിറ്റർ V6 എഞ്ചിനാണ് വരുന്നത്. അതിൽ തന്നെ നമ്മുടെ ഇരിക്കുന്ന ഒരു 3.8 ലിറ്റർ V6 എഞ്ചിൻ, അതിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാനും പറ്റും. എനിക്ക് തോന്നുന്നു മിസ്തുമിഷി പജീറോയ്ക്ക് കൊടുത്തേക്കുന്ന ഏറ്റവും വലിയ എഞ്ചിനാണ് 3.8 ലിറ്റർ V6 എഞ്ചിൻ. അതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്നുമുണ്ട്. നമ്മളിപ്പം പ്രൈസ് അഫോർഡബിൾ ആണെന്ന് പറഞ്ഞ്, പക്ഷേ നമുക്ക് ബാക്കി കാര്യങ്ങളൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഫ്യൂവൽ എക്കണോമി നോക്കുകയാണെങ്കിൽ ഇപ്പം ഹൈവേസിൽ ഓടുമ്പോൾ എനിക്ക് മാക്സിമം കിട്ടാറുള്ള ഒരു 6.5 to 7 കിലോമീറ്റേഴ്സാണ് മാക്സിമം കിട്ടുന്നത്. അതേപോലെ തന്നെ അതിപ്പം നമ്മൾ ടൗണിലെ ഓട്ടങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് മാക്സിമം ഒരു 3.5 to 5 കിലോമീറ്റർ പെർ ലിറ്റർ, അതാണ് ഫ്യൂവൽ എക്കണോമി പജീറോയ്ക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ മെയിൻ്റനൻസും അത്യാവശ്യം പ്രൈസ് ആവുന്നതാണ്. ഇപ്പം ഒരു തവണത്തെ ഓയിൽ ചേഞ്ചിന് ഏകദേശം 150 dirhams ആവും. അതേപോലെ തന്നെ ബ്രേക്ക് പാഡ് മാറണമെങ്കിൽ ഏകദേശം 250 dirhams ആവും. പക്ഷേ ഒരു 25,000-30,000 കിലോമീറ്ററോളം നമുക്ക് ആ ബ്രേക്ക് പാഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കി സ്പെയറുകളും അത്യാവശ്യം പ്രൈസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഹൈ പ്രൈസ് ആണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഏകദേശം പ്രൈസ് കൂടുതലാണ്. ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കണ്ട് നോക്കാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് റോ സീറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, നല്ല ലെഗ് റൂമും ഉണ്ട്. സീറ്റ് നമുക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഇത് റിക്ലൈൻ ചെയ്യാൻ പറ്റും ഇങ്ങനെ. അതേപോലെ തന്നെ ഇതിന് സെൻറ്ററിലൊരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ഇത് 2 പേരാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ വളരെ കംഫോർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് റോ വരുന്നത്. നിങ്ങൾ ഓർക്കുന്നത് ഇതിൻ്റെ ലാസ്റ്റ് റോ സീറ്റ് എവിടെയാണെന്നായിരിക്കും. ഞാൻ ആ സീറ്റ് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ. ഇവർ ഫുള്ള് ഹോൾഡ് ചെയ്ത് നമുക്ക് അകത്തേക്ക് വെക്കാം. കാരണം അപ്പോൾ നമുക്ക് അത്രയും വലിയൊരു ബൂട്ട് കിട്ടുക. എനിക്കതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ. ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ലാസ്റ്റ് റോ സീറ്റ്. പക്ഷേ ലാസ്റ്റ് റോയിൽ ഞാനൊരിക്കലും വലിയ 2 പേർക്ക് ഇരിക്കാമെന്ന് ഒരിക്കലും പറയത്തില്ല. 2 കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിൽ ഇരിക്കാം, കംഫർട്ടബിളായിട്ട് പോവാം. അതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട. നമുക്ക് ഇവിടെ വേണമെങ്കിൽ കുറച്ച് സാധനങ്ങൾ വെക്കാം. അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെയും വെക്കാം. വെച്ചിട്ട് ഇത് അടയ്ക്കുകയും ചെയ്യാം. അത് കവറായിട്ടിരുന്നോളൂ. അതേപോലെ ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട് ബാക്കിലിരിക്കുന്നവർക്ക് വേണ്ടി. ലാസ്റ്റ് റോ സീറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ലാസ്റ്റ് റോ സീറ്റ്. കാണാം, ലെഗ് സ്പേസ് വളരെ കുറവാണ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ സീറ്റ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് സീറ്റ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു 2010 മോഡൽ വണ്ടിയാണ്. പക്ഷേ ഇതിൻ്റെ ഇൻറ്റീരിയർ ഇപ്പോഴും ഒട്ടും ഔട്ട്ഡേറ്റഡ് ആവാതെ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അവർ കൊടുത്തേക്കുന്നത്. അതേപോലെ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീല് അത്യാവശ്യം ഹെവിയാണ്. നമ്മൾ ഇത്രയും വലിയൊരു വണ്ടിയാണ് ഓടിക്കുന്നതെന്നുള്ളൊരു ഫീല് തരുന്ന ഒരു സ്റ്റിയറിംഗ് ആണിത്. അത്യാവശ്യം നല്ല ഹെവിയാണ് ഈ സ്റ്റിയറിങ്. ഇത് നമ്മുടെ ഇൻറ്റീരിയറിൽ വരുന്ന ഒരു മിനി സ്ക്രീനാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. നമ്മുടെ ഓഫ് റോഡ് സംബന്ധമായ കുറേ ഇൻഫർമേഷന്, അതുപോലെ നമ്മുടെ മൈലേജ്, ഫ്യൂവൽ എക്കണോമി. ഇപ്പം കാണാൻ നിങ്ങൾക്ക് ഫ്യൂവൽ എക്കണോമി ഇത് 44.1 കിലോമീറ്റർ പെർ ലിറ്റർ അല്ല,
100 കിലോമീറ്റർ ഓടാൻ വേണ്ടി നമുക്ക് 44.1 ലിറ്റർ ഓഫ് പെട്രോൾ വേണമെന്നാണ് കാണിക്കുന്നത്. ഇതതുപോലെ തന്നെ ഒരു ഫോൺ ഹോൾഡർ, നല്ല ഇതെനിക്ക് മേടിച്ചപ്പം തന്നെ ആ പഴയ ഓണർ ഒട്ടിച്ചിരുന്ന, പക്ഷേ അത്യാവശ്യം നല്ല സാധനമാണ്. അതേപോലെ ഈ സ്ക്രീനും ഇതും പഴയ ഓണർ തന്നെ നമുക്ക് ചെയ്തു തന്ന. ഇവിടെ വരുമ്പോൾ നമുക്ക് AC-യുടെ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. അതേപോലെ ഇത് നമ്മുടെ ഓട്ടോമാറ്റിക് ഗിയർ, ഇത് 4 വീൽ ഡ്രൈവ്, അതേപോലെ തന്നെ ഇവിടെ 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഹാൻഡ് റെസ്റ്റ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും. അതേപോലെ ഇതിൻ്റെ അടിയിൽ ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതൊരു സ്റ്റോറേജ്, പിന്നെ ഇതാണ് അടുത്ത സ്റ്റോറേജ്. ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ ഇതൊരു മിനി ഫ്രിഡ്ജ് ആട്ടോ. അതിൻ്റെ ഓണും ഓഫും ആണ്. ഇവിടെ ഒരു നോബുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഇതപ്പം ഒരു മിനി ഫ്രിഡ്ജായിട്ട് നമുക്ക് ലോങ് ഡ്രൈവൊക്കെ പോകുമ്പം അത്യാവശ്യം തണുത്ത വെള്ളം വയ്ക്കാനും, അതേപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തണുപ്പിച്ച് വയ്ക്കാനും ഒക്കെ നല്ലതാണ്. അതേപോലെ വലിയൊരു സൺറൂഫാണ് ഇത് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. അതും നല്ല രസമുണ്ട്. ഞാൻ പറഞ്ഞല്ലേ കുറച്ച് ഹിഡനായിട്ടുള്ള ഫീച്ചേഴ്സ് കാണിച്ചു തരാമെന്ന്. അതിലൊന്ന് ഞാനിപ്പം പറയാം. ഇതിപ്പം നമ്മൾ ലൈറ്റ് ഓൺ ആക്കിയേക്കുവാണ്. നമ്മളിപ്പോൾ സെൻറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു ആംബിയൻ ലൈറ്റ് പോലെ ഒരു ഓറഞ്ച് ലൈറ്റ് വരും. അതേപോലെ ഞാൻ വേറെ ഒരു കാര്യം കാണിച്ചു തരാം. ഇത് നമ്മുടെ കീ അല്ലേ, ഈ കീയിൽ നമ്മൾ ലോക്ക് ബട്ടൺ 3 തവണ ഞെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മിറർ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡ് ആവും. കണ്ടോ? ഇതുപോലെ തന്നെ ഇത് നമ്മൾ അൺലോക്ക് ബട്ടൺ 3 തവണ അടുപ്പിച്ച് ഞെക്കി കഴിയുമ്പോൾ ഇത് ഓപ്പണായി വരികയും ചെയ്യും. അതേപോലെ ഈ മിററിൻ്റെ താഴെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതാണെങ്കിൽ നമ്മൾ അൺലോക്ക് ആക്കി കഴിയുമ്പോഴത്തേന് ആ ലൈറ്റ് ഓണാകും. അപ്പോൾ രാത്രിയിൽ ഒരു ചെറിയ വെട്ടം കിട്ടും. അതൊരു ഭയങ്കര കൂൾ ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത്. അതേപോലെ ഞാനൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഈ ബാക്ക് ഡോറില്ലേ, ഇത് ആദ്യമൊക്കെ ഞാൻ തുറക്കുമ്പോൾ കാറ്റടിക്കുമ്പം തിരിച്ചു വരും. ഞാൻ വിചാരിച്ചത് എൻ്റെ വണ്ടിയുടെ എന്തോ കംപ്ലൈൻ്റ് ആണെന്ന്. പിന്നെയാണ് ഞാൻ കണ്ടുപിടിച്ചത് ഇതിൻ്റെ താഴെ ഒരു ചെറിയ ലിവറിൽ തന്നെ ഒരു ചെറിയ സ്വിച്ച് പോലെ വരുന്നുണ്ട്. ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇത് പിന്നെ ലോക്കായി, പിന്നെ അത് തിരിച്ചിങ്ങോട്ട് വരത്തില്ല. അതേപോലെ ആ ലോക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇല്ല, ഞാനൊരു ഫീച്ചറൂടെ കാണിച്ചു തരാം. അത് നമുക്കൊരു റെസ്റ്റ് എടുക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരമൊക്കെ പോസ്റ്റ് കിട്ടുകയാണെങ്കിൽ, നമുക്കൊന്ന് കിടക്കണം അല്ലെങ്കിൽ ഒന്ന് നീണ്ടിരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിൽ സീറ്റ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഫ്രണ്ട് സീറ്റ് ഫുള്ള് ഫ്രണ്ടിലേക്ക് ആക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഹെഡ് റെസ്റ്റ് ഇല്ലേ, ഹെഡ് റെസ്റ്റ് ഊരി എടുക്കുക. ഇത് ഊരി ഇടയ്ക്ക് വെക്കുക. എന്നിട്ട് നമ്മുടെ ഇത് ഫുള്ള് റിക്ലൈൻ ചെയ്യാം. ഇത് കണ്ടോ? ഇതിലിപ്പോൾ നമുക്ക് അത്യാവശ്യം നീണ്ടു നിവർന്ന ഒരാൾക്ക് കിടക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സീറ്റും നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ മിഡിൽ റോ ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അത് എനിക്കറിയത്തില്ലായിരുന്നു. എല്ലാവർക്കും അറിയാവുന്നുള്ളതും എനിക്കറിയത്തില്ല. എനിക്ക് ഇപ്പോഴാണ് ഇതറിയാവുന്നത്. ഇത് ഫോൾഡ് ചെയ്യാൻ ഇത് നമ്മൾ ഫുള്ള് ഇങ്ങോട്ടാക്കിയിട്ട് ഇതിൻ്റെ ബാക്കിലൊരു ലിവറുണ്ട്. അത് കാണാൻ പറ്റും, ഇതിൽ കാണാൻ പറ്റില്ല. അത് ഫുള്ള് മണ്ടയിലേക്ക് ആക്കുക, എന്നിട്ട് ചെറുക താഴോട്ടാക്കുക. അപ്പോൾ ഒരു സൗണ്ട് കേൾക്കും, ടിക്കെന്നൊരു സൗണ്ട് കേൾക്കുക. അത് കേൾക്കുന്ന ഉടനെ ഇത് ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്യുക. ആ സൈഡ് പിന്നെ എല്ലാവർക്കും ഫോൾഡ് ചെയ്യാൻ അറിയായിരിക്കും, സെയിം ആണ്. അതേപോലെ ഫോൾഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ 2 സീറ്റുകൾ, അതായത് മിഡിൽ റോ ഫുള്ള് മടക്കി കഴിഞ്ഞാൽ നമ്മുടെ ലഗേജ് സ്പേസ് കുറേ കൂടി ഇൻക്രീസ് ചെയ്യും. നമുക്ക് ആവശ്യത്തിലധികം സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ സീറ്റെല്ലാം അതുപോലെ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഫ്രണ്ടിലത്തെ 2 സീറ്റ് കേട്ടോ, ഫ്രണ്ട് ബാക്ക്, അതുപോലെ തന്നെ ഇതും നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സപ്പോർട്ടും അതിനാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ബാക്ക് സപ്പോർട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വിൻഡോയുടെ കൺട്രോൾസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മിററില്ലേ, മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ സൈഡിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതാണ് മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ലെഫ്റ്റിലാക്കി കഴിഞ്ഞാൽ ലെഫ്റ്റിലത്തെ മിറർ നമുക്ക് എങ്ങോട്ട് വേണമെന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. റൈറ്റിലോട്ടാക്കി കഴിഞ്ഞാൽ റൈറ്റ് മിററും അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ നമ്മുടെ പാർക്കിംഗ് ലൈറ്റിൻ്റെ കൺട്രോൾസും ഇവിടാണ് കൊടുത്തിട്ടുള്ളത്.
പിന്നെ നമ്മുടെ കോൾ എടുക്കാനും കട്ട് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസൊക്കെ ഈ സൈഡിലും, അതേപോലെ തന്നെ നമ്മുടെ ക്രൂയിസിൻ്റെ കൺട്രോൾസ് ഫുള്ള് ഈ സൈഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മുടെ റെയർ ഡിഫറൻഷ്യൽ ലോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് അതേപോലെ തന്നെ ഇതിൽ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യം, ഇതിന് നല്ലൊരു ബോട്ടിൽ ഹോൾഡർ ഇല്ല. കാരണം ഇവിടാണ് ബോട്ടിൽ ഹോൾഡർ വരുന്നത്. ഈ രണ്ട് ഭാഗത്തും ഇത് മാത്രം, ഈ രണ്ടെണ്ണേ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുള്ളൂ. ഡോറിൻ്റെ സൈഡിലൊന്നും ഇവർ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു കാര്യം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതെ, ബൈ.